ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പൂക്കൊട്ട വടയാണ്. അതിനു വേണ്ടത് ഒരു 6 ഇങ്ങനത്തെ കണ്ണിയാണ്, ഓലേൻ്റെ കണ്ണി 6 എണ്ണം. അപ്പോൾ 6 ഓല കണ്ണിയെടുത്ത് ഇനി അത് ഇങ്ങനെ ഒരു നീളത്തിൽ മുറിച്ച് എന്നിട്ട് ഇങ്ങനെ മെല്ലെ സാവധാനം മെല്ലെ അല്ലെ മുറിഞ്ഞ് അറ്റം വരെ എത്താണ്ടായിപ്പോൾ ഇങ്ങനെ മെല്ലെ കീറി ഇതിങ്ങനെ എടുക്കുക. അത് നമുക്ക് വേണ്ടുന്ന എത്ര നീളാണെന്ന് വെച്ചാൽ അതേ നീളത്തിലാണ് ഇനി എല്ലാം കണ്ണി കൊടുക്കേണ്ടത്. അധികം അറ്റത്തോട്ട് പോകണ്ട. അന്നേരം പിന്നെ കൊട്ട ഇങ്ങോട്ട് വീതിയുള്ളതായി പോവും, ഇങ്ങോട്ട് ഒറ്റപ്പൊടിയില്ല, നമുക്ക് കുത്താനെല്ലാം ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ 6 കണ്ണിയും ഇങ്ങനെ ചീന്തിയിട്ട് എടുക്കുക. അതും അതിനനുസരിച്ചിട്ട് തന്നെ ഇതേ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അങ്ങനെ 6 കണ്ണിയും മുറിച്ചെടുക്കുക. ഇതേപോലെ 6 എണ്ണം അങ്ങോട്ടേക്ക് ഇടുക, പിന്നെ 6 എണ്ണം ഇങ്ങോട്ടേക്ക് ഇടുക. അങ്ങനെ ഒരേ ലെവലിൽ ആയിരിക്കണം, ഇങ്ങനെ നടുക്കായിരിക്കണം ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്നായി. ഇതേപോലെ മലർത്തിയിട്ടാണ് ഇങ്ങനെ വെക്കേണ്ടത്. എന്നാൽ നമുക്ക് ഈ പുറവശം നല്ല രസമുള്ള കളറായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഈ ഉള്ളുവശം ആകുമ്പോൾ ഒരു സ്റ്റൈല് കുറയും. ഒന്ന് പൊന്തിക്കുക. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് പൊന്തിക്കുക. ഇതും അതേപോലെ ഇങ്ങനെ ഒന്നടവിട്ട് ഇപ്പം 4 എണ്ണം പൊന്തിച്ച് അടുപ്പിച്ചിട്ട് ആക്കുക. അപ്പോൾ ഒന്നും കൂടി വേണം. 6 എണ്ണം വേണം. 2 വശം 6 ഇതാണ്. ഇത് ഒന്ന് പിന്നെ ഇത് അടിയിലാണെങ്കിൽ ഇതൊന്ന് മേല, ഒന്ന് അടിയിൽ, ഒന്ന് മേല, ഒന്ന് അടിയിൽ, ഒന്ന് മേല. ഇങ്ങനെ വശം അങ്ങനെ തന്നെ. ഒന്ന് അടിയിൽ, ഒന്ന് മേല, ഒന്ന് അടിയിൽ, മേല, അങ്ങനെ 6 എണ്ണം. അങ്ങനെ ഇനി 6 എണ്ണമാണ്. 5 എണ്ണം ആയാൽ ശരിയാവില്ല. 6 എണ്ണം തന്നെ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ 8 അങ്ങനെ 2ൻ്റെ ഗുണിതങ്ങളായിട്ട് അങ്ങനെ 4 ആകാം. ചെറിയ കുട്ടിയാണെങ്കിൽ 4 എണ്ണം മതി. 6, 8 അങ്ങനെ പോകാം. ഇതിലും വീതി ഉള്ളതാണെങ്കിൽ 10 ആകാം. ഇങ്ങനെ ഒന്ന് ഇടവിട്ടിടവ് ഒരേ ലെവൽ ഒരേ നടുക്കായിട്ടാണ് ഇത് വേണ്ടത്. ഇതേപോലെ ഇടുക. എന്നിട്ട് എല്ലാ കണ്ണിയും ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. ഒറ്റപ്പൊടി വടവുണ്ടാകുക. അതിനുശേഷം ഒരു പിന്നെടുത്തിട്ട് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതിന് ഇങ്ങനെ കുത്തുക. അല്ലെങ്കിൽ ക്ലിപ്പടിക്കുക. അല്ലെങ്കിൽ ഇത് പിന്നില്ലാത്തവർ ഇതേപോലെ ഒരു ഇറുക്കിലെടുത്തിട്ട് ഇതേപോലെ കുറച്ചൊരു മൂർച്ച കൂട്ടുക. അങ്ങനെ മൂർച്ച കൂട്ടിയിട്ട് ഒരു കഷ്ണം മുറിച്ചിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി. പിന്നെ തന്നെ വേണമൊന്നുമില്ല. ഇങ്ങനെ ഈർക്കിൽ തന്നെ ഇതേപോലെ കുത്തുക. 4 മൂലക്കും കുത്തിയാൽ നമുക്ക് ഇളയിപ്പോകാണ്ട് നിൽക്കേണ്ടിയിട്ടാണ്. ഈ കണ്ണി ലെവലായിട്ട് ഇവിടെ നിൽക്കേണ്ടതുകൊണ്ടാണ് ഇതിങ്ങനെ കുത്തുന്നത്. ഇങ്ങനെ 4 മൂലക്കും ഇവിടെ കുത്തിയാൽ ഇത് ഇളകി പോവില്ല. അതിനുശേഷം ഈ നടുക്ക് ഈ 2 എണ്ണം അങ്ങേപ്പുറവും 2 എണ്ണം ഇങ്ങേപ്പുറം വെച്ചിട്ട് ഇതിങ്ങനെ പണിച്ച് പിടിക്കുക. ഇതേപോലെ. എന്നിട്ട് പിന്നെ ഇത് അടിയിലും മേലെയും തന്നെയായിട്ട് ഇങ്ങനെ വെക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ വശത്തു അടിയിലും മേലുമായിട്ട് ഇങ്ങനെ വെക്കുക. ഇതും അങ്ങനെ അടിയിലും മേലുമായിട്ട് ഇങ്ങനെ മടിയുക. ഇതേപോലെ 4 മൂലയും ഇതേപോലെ തന്നെ ഇങ്ങനെ മടിഞ്ഞ് ഇവിടെ ഒരു പിന്ന് കുത്തുക. അടുത്തതായി ഇങ്ങനെ അതിൻ്റെ എതിർവശം ഇതിൻ്റെ അടുത്തുള്ള അതും ഇങ്ങനെ തന്നെ ഓരോ കണ്ണി ഇങ്ങനെ വിട്ട് ഇങ്ങനെ മടിയുക. ഓരോ കണ്ണി ഇങ്ങനെ ആക്കിയിട്ട് നല്ല ടൈറ്റാക്കുക. എന്നിട്ട് അതും ഇങ്ങനെ ഒരു പിന്നെടുത്തിട്ട് ഇവിടെ കുത്തുക.
എന്നാലും നമുക്ക് ശരിക്കും ഈ മൂല കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ അങ്ങനെ തന്നെ മടണം. പിന്നെ ഉടനെ തന്നെ മറ്റേ സൈഡ് അതും ഇങ്ങനെ നടുക്കുന്ന തന്നെ എടുക്കണം. അതും ഇങ്ങനെ തന്നെ നല്ല ശരിക്ക് വലിച്ചിട്ട് ഇവിടെ കുത്തി വെക്കുക. അത് ഇതേപോലെ തന്നെ പിന്നെ മറ്റേ സൈഡും 4 സൈഡും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂലയായിട്ട് കിട്ടുമല്ലോ. ഇതേപോലെ മൂല കിട്ടേണ്ടിയിട്ടാണ്. ഇതും അങ്ങനെ നല്ല ശരിക്കും വലിച്ച് മുക്കിയിട്ട് അതും അങ്ങനെ അവിടെ കുത്തി വെക്കുക. ഇതിങ്ങനെ ഓരോ മൂലയായിട്ട് എന്നാലും നമുക്കിങ്ങനെ ഈ 4 മൂല തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ വശവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാവരും അങ്ങനെ ഒരേ ഇതായിട്ട് എല്ലാം ഇങ്ങനെ ഓരോന്നടിയിലും ഓരോന്ന് മേലെയുമായിട്ട് ഇങ്ങനെ മടിയുക. ഏതും തെറ്റിപ്പോറും. ഓരോന്നും തന്നെ ഇങ്ങനെ അടിയിലും മേലെയുമായിട്ട് തന്നെ വരണം. നല്ല അടുപ്പിച്ചിട്ട് വേണ്ട, ഒറ്റപ്പൊടി പടവൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ മടഞ്ഞ് കഴിയുമ്പോൾ താഴെയുള്ള പിന്ന് ഊരിയിട്ട് നമുക്ക് മേലോട്ട് കുത്താം. താഴോട്ട് പിന്നെ പിന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അന്നേരം ഇങ്ങനെ മേലോട്ട് കുത്തി വെച്ചാൽ നമുക്ക് കഴിഞ്ഞു പോകാണ്ട് മറ്റേ വശം ഇങ്ങനെ മടിയാം. നമുക്ക് എത്രയാ ഉയരം വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഓലേൻ്റെ കണ്ണി നീളം വെത്തിയാൽ നല്ല ഇതായിട്ട് കിട്ടും. കണ്ണി നീളം കുറഞ്ഞു പോയാൽ പിന്നെ ചെറിയ കൊട്ടി കിട്ടും. ഇതിപ്പോൾ ഇത്ര എഴുത്തിലാക്കാനേ പറ്റും. കണ്ണി അത്രയും നീളം വേണ്ടിക്കിൽ ഇങ്ങനെ കഷ്ണം വെക്കാം. അതിൻ്റെ കൂടെ ഇങ്ങനെ ഏച്ചം കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ച് മടിയാം. ഉയരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് മടഞ്ഞോളൂ തന്നെ. നേരം എത്ര നമുക്ക് നല്ല ഉയരം വേണ്ടിക്കിൽ ഇങ്ങനെ കഷ്ണം വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെരുതി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചെറുതാണ് മടയുന്ന, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ മടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കണ്ണി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് കുത്തുക. അതിന് ശേഷം ഒരു കണ്ണി ഇങ്ങോട്ടേക്കും തിരിച്ചിട്ടും ഇതേപോലെ അടുത്തുള്ള അതിലേക്ക് തന്നെ ഇങ്ങനെ കുത്തുക. അതിൻ്റെ അതേ ലെവലിൽ തന്നെ ഇങ്ങനെ മടക്കി കുത്തുക. അപ്പോൾ പിന്നെ വേണ്ടെങ്കിൽ ഇവിടെ അയച്ചു വെച്ചാൽ ഇത് അകത്തോട്ട് മുത്താം, പുറത്തോട്ട് മുത്താം. അകത്ത് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് മുത്താം. അങ്ങനെ ലെവലായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തുക.
കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നല്ലോണം കുത്തി കുത്തി ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക, എല്ലാം വൃത്തിയിൽ ഇതേപോലെ കുത്തി കുത്തി കയറ്റുക. ഈ പിന്നെ ഇങ്ങനെ ഊരി വെക്കുക. ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ അവസാനം വേണ്ടാത്ത അത് അങ്ങോളം കുത്തി കയറ്റിയാൽ മതി. ഇത് കണ്ണി കുറച്ച് നീളം കുറവാണ്, നല്ല നീളത്തിലെടുത്താൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇത് കുറച്ച് നീളം മഴയായിട്ട് ഇവിടെ പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കണ്ണി. ഇങ്ങനെ ബാക്കിയെല്ലാം അങ്ങ് മുറിച്ച് കളയാം. ഇതിങ്ങനെ 4 മൂല ഇങ്ങനെ നല്ല ഇതുണ്ടാവും. അങ്ങനെ ഇതിന് ഇപ്പോൾ ഇതിലെ കൂടിയൊരു ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഒരു വാഴനാര ഞങ്ങൾ ഇടൽ ഇങ്ങനെ മാല പോലെ ഇത് ഒന്നിങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് കൂടി തന്നെ വലിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഈ ഓരോ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇങ്ങനെ വാഴനാര ഇട്ടിട്ട് വലിക്കും. അതായത് നമുക്ക് ഒരു മാല പോലെയാക്കി ഇങ്ങനെ കുറച്ച് നീളത്തിലാക്കും. ഇങ്ങനെ 2 സൈഡിലോട്ടും അങ്ങ് നല്ല ശരിക്കും നീളമുള്ള ഒരു നാരായിരിക്കും കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഓലക്കണ്ണിയാണ് ഇട്ടത്, അതിപ്പോൾ കാട്ടിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അടിയിലോടെ നല്ല ശരിക്കും കുത്തി വലിക്കണം എല്ലാത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പിന്നെ പൂ എല്ലാം മറിഞ്ഞു പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇങ്ങനെ കുത്തിയിട്ട് വാഴനാരോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കാരോ എന്തെന്നായാലും ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ ഈ ബാക്കി വരുന്ന കണ്ണിയെല്ലാം നമ്മൾ കുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കി വരുന്ന കണ്ണിയെല്ലാം ഇങ്ങനെ മുറിച്ച് കളയണം. ഈ അറ്റം വരുന്ന കണ്ണികളെല്ലാം പിന്നെ ഈ മുറിച്ച് കളയാം. കുത്തി കഴിഞ്ഞിട്ട് കുറേ നീളത്തിൽ കയ്യിനെത്ര കുത്തി വലിക്കുന്ന നല്ലതാണ്, നല്ല ഉറപ്പ് കിട്ടും. ഇങ്ങനെ അറ്റം വരുന്നതെല്ലാം ഇതേപോലെ നീളം അധികം ഇല്ലാത്തതിൻ്റെ എല്ലാം അങ്ങ് മുറിച്ചങ്ങ് വെച്ചാൽ മതി. അല്ലേ, ഇതേപോലത്തെ കൊട്ടയാണ് നമ്മൾ മടിയാണ്. ഈ അടി ഇങ്ങനെ 4 കോണ് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ കൊട്ട എങ്ങനെയെങ്കിലും ആയിപ്പോവും. അപ്പോൾ ഇതേപോലെ നിർത്തിയിട്ടും നമ്മൾ കൈമേലെല്ലാം ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ കഴുത്തിലേക്ക് കൂടി ഇത് കഴിയുക. പൂ പറിക്കാൻ പോകുമ്പോൾ പിന്നെ 2 കൈ ഉപയോഗിക്കണമല്ലോ പൂ പറിക്കുക. അപ്പോൾ ഇത് നല്ല നാരാകുമ്പോൾ വാഴനാര് നല്ലോണം ആക്കിയാൽ അത് ഇങ്ങനെ കഴുത്തിലേക്ക് കൂടി ഇട്ടിട്ട് കുറേ എണ്ണം ഒരു 2, 3, 4 എണ്ണമെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ കാട്ടിൽ പോവുക. ഇപ്പോൾ 3-4 കൊട്ട ഇങ്ങനെ ഇതേപോലെ ഇത് നല്ല ശരിക്ക് വാഴനാരോണ്ട് നല്ല ഇതായിട്ട് ഇത് മാല പോലെയാക്കും. എന്നിട്ട് ഇതിങ്ങനെ കഴുത്തിലിട്ടിട്ട് 3-4 കൊട്ട ഇങ്ങനെ എടുത്തെടുത്ത് ഇട്ടിട്ടാണ് നമ്മൾ പണ്ട് കാട്ടിൽ പോകാറ്. അപ്പോൾ ഇത് അരിപ്പൂ വേറെ, കോഴിപ്പൂ വേറെ, വട്ടപ്പിലാന്ന് പറഞ്ഞ പൂണ്ട്, അങ്ങനെ എല്ലാം കൂടി നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കും. എല്ലാം ഒന്നിച്ചിട്ടാൽ എല്ലാം കൂട്ടി പെരങ്ങി പോകുന്നതിന് ഇങ്ങനത്തെ എല്ലാം കുറേ കൊട്ടയും ഞെതിരാണ് നമ്മൾ പണ്ട് കാട്ടിൽ പോകാറ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അടുത്ത് ഇതേപോലെ തന്നെ വാച്ച്, പീപ്പി, ഓല, പിന്നെ ഈ വല്ലമില്ലേ വലിയ നമ്മൾ പണ്ടെല്ലാം പുല്ലരി എല്ലാം പോകുമ്പോൾ ഒരു വല്ലം, അല്ലെങ്കിൽ പണ്ട് കണ്ടത്തിലെല്ലാം ഈ ചപ്പെല്ലാം വാരി കൊണ്ടുപോണ്ടേ, അതിനെല്ലാം ഉള്ള ഒരു വല്ലം മടിയും. പിന്നെ ഈ കളിയെല്ലാം കിട്ടുമ്പോൾ പണ്ട് ഇന്നത്തെ പോലെ റബ്ബറിൻ്റെ കൂട്ടിയല്ല, അന്ന് ഈ ഓല മടഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിയെല്ലാം ആയിട്ടുള്ളൊരു കൂട്ടുണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. അതെല്ലാം ഞാൻ വീണ്ടും കാണാം. എന്നാൽ ബായ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടികൾക്കെല്ലാം മടിഞ്ഞു കൊടുക്കുക. നമ്മളെ വീട്ടിലെ പോയാലും പറിക്കാൻ കൊട്ടയുണ്ടാകുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ബായ്.